നമസ്കാരം. ജർമ്മനിയിൽ കഴിഞ്ഞ ദിവസം ക്രിസ്മസ് മാർക്കറ്റിലേക്ക് കാർ ഓടിച്ചു കയറ്റി 5 പേരെ കൊല്ലുകയും നിരവധി പേരെ പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിലെ പ്രതിയായ മൊഹസിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. ഡോക്ടർ തലേബ് അൽ അബ്ദുൽ മൊഹസിൻ എന്ന ഇയാൾ 2013 ഭീകരാക്രമണം നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയ വ്യക്തിയാണ് എന്നാണ് ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിരിക്കുന്ന വിവരം. അന്നും ഇയാളെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു എങ്കിലും പിന്നീട് വിട്ടയക്കുകയായിരുന്നു. തൻ്റെ വിദ്യാഭ്യാസ യോഗ്യത ചോദ്യം ചെയ്ത ഡോക്ടർമാരുടെ ഒരു സംഘടനയുടെ ഓഫീസ് ആക്രമിച്ച് തകർക്കും എന്നാണ് ഇയാൾ ഭീഷണിപ്പെടുത്തിയത്. ഓൺലൈനിലൂടെയായിരുന്നു ഇയാൾ ഭീഷണി മുഴക്കിയത്. തുടർന്ന് ഡോക്ടർമാരുടെ സംഘടനയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇയാളുടെ അപ്പാർട്ട്മെൻറ്റിൽ പോലീസ് റെയ്ഡ് നടത്തിയിരുന്നു എങ്കിലും ഇയാൾ പോലീസ് എത്തുന്നതിന് മുമ്പ് തന്നെ രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് പോലീസ് നടത്തിയ വിശദമായ പരിശോധനയിൽ ഇയാൾ ഒരു തീവ്രവാദി ആക്രമണം നടത്തുന്നതിനാവശ്യമായ യാതൊരു തരത്തിലുമുള്ള സന്നാഹങ്ങൾ ചെയ്തിരുന്നില്ല എന്നാണ് റിപ്പോർട്ട് നൽകിയിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള വ്യാജ ഭീഷണി മുഴക്കി ജനങ്ങൾക്കിടയിൽ ഭീതി സൃഷ്ടിച്ചതിന് ഇയാൾക്ക് കോടതി വലിയൊരു തുക പിഴയായി ശിക്ഷ വിധിച്ചിരുന്നു. ബോസ്റ്റണിൽ മുസ്ലിം തീവ്രവാദ സംഘടനകൾ ബോംബാക്രമണം നടത്തിയതിൻ്റെ 2 ദിവസത്തിന് ശേഷമാണ് ഇയാൾ ഇത്തരത്തിലുള്ള ഒരു ഭീഷണി മുഴക്കിയത്. ബോസ്റ്റണിലെ ആക്രമണത്തിൽ ഏതാണ്ട് 3 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതേ മാതൃകയിൽ ഡോക്ടർമാരുടെ സംഘടനയുടെ ഓഫീസ് തകർക്കും എന്നായിരുന്നു അന്ന് മൊഹസിൻ ഭീഷണിപ്പെടുത്തിയിരുന്നത്. ഇയാൾ മനോവൈകല്യമുള്ള വ്യക്തിയാണോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. തൊഴിൽപരമായി ഇദ്ദേഹം ഒരു മനഃശാസ്ത്രജ്ഞനാണ്. 2006 ഉപരിപഠനത്തിന് വേണ്ടിയാണ് സൗദി അറേബ്യയിൽ നിന്ന് ഇയാൾ ജർമ്മനിയിലെത്തുന്നത്. പിന്നെ 2016 ഇയാൾക്ക് അഭയാർത്ഥിയായി ജർമ്മനി അംഗീകാരം നൽകിയത്. 2014 ജർമ്മൻ സർക്കാർ തനിക്ക് പണം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടും ഇയാൾ സമാനമായ രീതിയിൽ അന്ന് ഭീഷണി മുഴക്കിയിരുന്നു. സർക്കാർ തനിക്ക് ആവശ്യമായ പണം അനുവദിച്ചില്ലെങ്കിൽ ഒന്നുകിൽ ആത്മഹത്യ ചെയ്യുകയോ അതല്ലെങ്കിൽ ഭീകരാക്രമണം നടത്തുകയോ ചെയ്യുമെന്ന് ഇയാൾ അന്നും ഭീഷണി മുഴക്കിയിരുന്നു. കൂടാതെ 2013 കാലത്ത് ഇയാൾ നടത്തിയ വ്യാജ ഫോൺ ഭീഷണിയുടെ പേരിൽ ശിക്ഷ വിധിച്ച ജഡ്ജിമാർക്കെതിരെയും ഇയാൾ ഭീഷണി മുഴക്കിയിരുന്നു. ജഡ്ജിമാർ വംശീയ വര്യന്മാരാണ് എന്നാണ് ഇയാൾ വിശേഷിപ്പിച്ചത്. കൂടാതെ തനിക്കൊരു തോക്ക് അനുവദിക്കണമെന്നും ഇയാൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ജർമ്മൻ സർക്കാർ ഇയാളുടെ ആവശ്യങ്ങളെല്ലാം തന്നെ തള്ളിക്കളയുകയായിരുന്നു. ഇയാൾ മാനസിക പ്രശ്നമുള്ള ആളാണ് എന്ന് തന്നെയായിരുന്നു അന്ന് ജർമ്മൻ പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നത്. 2006 സൗദി സ്വദേശിയായ ഡോക്ടർ മൊഹസിൻ ജർമ്മനിയിലെത്തുന്നത്. തുടർന്ന് ഇയാൾ ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം സൗദി അറേബ്യയിൽ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന മനുഷ്യരെ, പ്രത്യേകിച്ച് സ്ത്രീകളെ, വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എത്തിക്കാൻ ഇയാൾ സഹായിച്ചു എന്നാണ് സൗദി അറേബ്യ ഉയർത്തുന്ന ആരോപണം. അതേ തുടർന്ന് സൗദി അറേബ്യ വിചാരണ നടത്തുന്നതിനായി ഇയാളെ വിട്ടുതരണമെന്ന് ജർമ്മനിയോട് അന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ജർമ്മനി ആകട്ടെ 2016 ഇയാൾക്ക് അഭയാർത്ഥി പദവി നൽകിയതിനെ തുടർന്ന് വിട്ടു നൽകാൻ കഴിയില്ല എന്ന് അറിയിക്കുകയായിരുന്നു. സൗദി അറേബ്യയുടെ പ്രധാനപ്പെട്ട നോട്ടപ്പുള്ളിയിൽ ഒരാൾ തന്നെയാണ് മൊഹസിൻ ഇപ്പോഴും. കഴിഞ്ഞ ദിവസം ഇയാൾ നടത്തിയ ആക്രമണം അതിക്രൂരം എന്ന് തന്നെയാണ് ഇപ്പോൾ വിശേഷിപ്പിക്കപ്പെടുന്നത്. കാരണം വാഹനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ക്രിസ്മസ് മാർക്കറ്റിലേക്ക് അതിവേഗത്തിൽ ഇയാളൊരു BMW കാർ ഓടിച്ച് കയറ്റുകയായിരുന്നു. തലങ്ങും വിലങ്ങും കാർ ഓടിച്ച് നിരവധി പേരെയാണ് ഇയാൾ വാഹനം കയറ്റിയിറക്കിയത്. അങ്ങനെയാണ് ഇതിൽ 5 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. പരിക്കേറ്റ പലരുടെയും നില ഇപ്പോഴും ഗുരുതരമാണ് എന്നാണ് പറയപ്പെടുന്നത്. 2016 അന്നും ഇത്തരത്തിൽ ഒരു ക്രിസ്മസ് മാർക്കറ്റിൽ തീവ്രവാദി ആക്രമണം നടന്നിരുന്നു. അന്ന് വലിയൊരു ലോറി ഓടിച്ചാണ് ഒരാൾ നിരവധി പേരെ കൊലപ്പെടുത്തിയത്. ഈ സംഭവത്തിൻ്റെ വാർഷികം നടക്കുന്നതിൻ്റെ തൊട്ട് പിന്നാലെയാണ് ഇയാൾ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം അവിടെ നടത്തുന്നത്. താനൊരു യുക്തിവാദിയാണ് എന്നാണ് മൊഹസിൻ എപ്പോഴും അവകാശപ്പെടാറുള്ളത്. ഒരു മുസ്ലിം വിരുദ്ധനാണ് ഇയാൾ എന്നാണ് സ്വയം പ്രഖ്യാപിക്കാറുമുള്ളത്. എങ്കിലും ഇയാളുടെ ആക്രമണ രീതി വളരെ സങ്കീർണമാണ് എന്നാണ് ഇപ്പോൾ ജർമ്മൻ സർക്കാർ കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു ആക്രമണം ഒഴിവാക്കാൻ എന്തുകൊണ്ട് പോലീസിന് കഴിഞ്ഞില്ല എന്നുള്ളതിനെക്കുറിച്ചും ഇപ്പോൾ അവിടെ സർക്കാർ അന്വേഷണം നടത്തുകയാണ്. കാരണം ഇത്തരത്തിലുള്ളൊരു വാഹനം കടന്നു വന്ന് ഇത്രയും പേരെ ഇടിച്ചിട്ട ആ ഒരു സംഭവത്തെ എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്തത് എന്നുള്ള കാര്യവും ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കാര്യം ഈ ഭാഗത്തേക്ക് വാഹനങ്ങൾ നേരത്തെ കടത്തിവിടുന്ന പതിവില്ലായിരുന്നു. അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് അമിത വേഗത്തിലൊരു കാർ എത്തുമ്പോൾ അത് 400 മീറ്ററോളം ഉള്ളിലേക്ക് കയറിയാണ് ഇയാൾ ആളുകളെ ഇടിച്ചിട്ടതും. ഏതായാലും ഈ മൊഹസിൻ ഒരു മനഃശാസ്ത്രജ്ഞനാണെങ്കിലും ഇയാൾ ഒരു മാനസിക പ്രശ്നമുള്ള ഒരാൾ തന്നെയാണ് എന്ന നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോഴും ജർമ്മൻ സർക്കാർ എത്തിയിട്ടുള്ളത്.